എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ എണ്ണം കുറയും. വെള്ളിയാഴ്ച തുടങ്ങിയ മസ്റ്ററിംഗ് പൂർത്തിയായ ശേഷം കർശനമായ പരിശോധനയിലൂടെ അനർഹരെ ഒഴിവാക്കാനാണ് സർക്കാരിന്റെ പുതിയ നീക്കം. നിലവിൽ 66.22 ലക്ഷം ഗുണഭോക്താക്കളാണ് വിവിധ പെൻഷൻ വിഭാഗത്തിലായി സംസ്ഥാനത്തുള്ളത്. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർ 51.87 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവർ 14.35 ലക്ഷം പേരുമാണ്. ഇത്രയധികം പേർക്ക് UDF സർക്കാർ പ്രഖ്യാപിച്ച 3000 രൂപ ക്ഷേമ പെൻഷൻ നൽകണമെങ്കിൽ മാസം തോറും 1986 കോടി രൂപ വേണം. നിലവിൽ 2000 രൂപയാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. അനർഹരെ ഒഴിവാക്കി വർദ്ധിപ്പിച്ച പെൻഷന്റെ സാമ്പത്തിക ബാധ്യത കുറച്ചു കൊണ്ടുവരാനാണ് സർക്കാരിന്റെ ശ്രമം. എല്ലാ വർഷവും മസ്റ്ററിംഗ് കഴിയുന്നതോടെ മരിച്ചവർ ഒഴിവാക്കപ്പെടാറുണ്ട്. എന്നാൽ പുതുതായി ക്ഷേമ പെൻഷൻ അപേക്ഷിക്കുന്നവർ അതിലേറെ കൂടുതലാണ്. പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളുടെ ഇടപെടലടക്കം ഇതിനു കാരണമാകുന്നുമുണ്ട്. ഇത്തരത്തിൽ അനർഹമായി കടന്നുകൂടിയവരെ പൂർണ്ണമായും ഒഴിവാക്കും. പുതിയ അപേക്ഷകൾ അംഗീകാരം നൽകുന്നതിന് മുമ്പ് പരിശോധന കർശനമാക്കും. കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, 1 ഏക്കറിലധികം ഭൂമിയുള്ളവർ, ആദായ നികുതി നൽകുന്നവർ, 1000 cc വാഹനം ഉള്ളവർ, മറ്റു പെൻഷൻ വാങ്ങുന്നവർ തുടങ്ങിയവർ നിലവിൽ ക്ഷേമ പെൻഷന് അർഹരല്ല. എന്നാൽ വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ മറച്ചുവെച്ചും ഒട്ടേറെ പേർ പെൻഷൻ വാങ്ങുന്നുണ്ട്. അർഹരായവർ ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് ഉറപ്പാക്കുന്നതിനായി മാനദണ്ഡങ്ങൾ പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. 1 ഏക്കറിലധികം ഭൂമി, വലിയ വീട്, വീട്ടിലെ ആധുനിക സൗകര്യങ്ങൾ എന്നിവയിൽ ഇളവ് വരാൻ സാധ്യതയുണ്ട്. തരിശായി കിടക്കുന്ന കൃഷിയോഗ്യമല്ലാത്ത 1 ഏക്കറിലധികം ഭൂമിയുള്ള ആളുകൾ കുട്ടനാട്ടിൽ കൂടുതലാണ്. അവർക്ക് ഇക്കാരണം കൊണ്ട് പെൻഷൻ മുടങ്ങുന്ന സാഹചര്യമുണ്ട്. റേഷൻ കാർഡിലെ ഏതെങ്കിലും ഒരു അംഗം വലിയ വീട് വെച്ചതിന്റെ പേരിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യവും ഉണ്ട്. ഇതെല്ലാം പരിശോധിച്ച് ജീവിത ചുറ്റുപാടും സാഹചര്യവും വിലയിരുത്തിയതിന് ശേഷം ക്ഷേമ പെൻഷൻ നിലനിർത്തണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. ഇതിന്റെ അടിസ്ഥാനത്തിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി പരിശോധന നടക്കും. നിലവിൽ ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പറഞ്ഞിട്ടുള്ളത് അടുത്ത മാസം 30-ാം തീയതി വരെയാണ്. അതിനുശേഷമായിരിക്കും പരിശോധനകൾ ആരംഭിക്കുക. സാങ്കേതിക തകരാറ് മൂലം കഴിഞ്ഞ ദിവസം മസ്റ്ററിംഗ് മണിക്കൂറുകളോളം മുടങ്ങിയിരുന്നു. ജീവൻ രേഖ പോർട്ടലിലുണ്ടായ തകരാർ കാരണം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് ആദ്യ ദിവസം തന്നെ മണിക്കൂറുകളോളമാണ് മുടങ്ങിയത്. സംസ്ഥാനത്ത് ഡാറ്റാ സെന്ററിലുണ്ടായ സാങ്കേതിക പ്രശ്നമായിരുന്നു കാരണം. രാവിലെ മസ്റ്ററിംഗ് തുടങ്ങിയപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തുടങ്ങിയതിനാൽ ഓരോ അക്ഷയ കേന്ദ്രത്തിലും പോർട്ടലിൽ പ്രവേശിക്കുന്ന ജീവനക്കാരുടെ എണ്ണം 2ആയി നിജപ്പെടുത്താൻ നിർദ്ദേശിച്ചിട്ടും പ്രശ്നം പരിഹരിക്കാനായില്ല. മസ്റ്ററിംഗിന് പുറമെ മറ്റു സേവനങ്ങളും തടസ്സപ്പെട്ടു. സെപ്റ്റംബർ 30 വരെയാണ് മസ്റ്ററിംഗിന് സമയമുള്ളത്. തിരക്ക് കൂട്ടേണ്ടതില്ല എന്ന് അധികൃതർ പറയുന്നുണ്ട് എങ്കിലും മസ്റ്ററിംഗ് പരാജയപ്പെട്ടാൽ ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയവും സെപ്റ്റംബർ 30 മസ്റ്ററിംഗ് ചെയ്യാത്തത് കൊണ്ട് ഈ മാസത്തെയോ ഓഗസ്റ്റ് മാസത്തെ ഓണപ്പെൻഷനോ മുടങ്ങില്ല. ജൂലൈ പെൻഷൻ വിതരണം ഈ മാസം 23, 24 തീയതികളിലായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നടത്തും. 2 ദിവസത്തിനകം കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ്. നമ്മുടെ സംസ്ഥാനത്ത് PD സതീശൻ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 2 മാസം പെൻഷൻ വിതരണം നടന്നു. അതിനുശേഷം ഇനി 3ാമത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് നടക്കാൻ പോകുന്നത്. ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷന് വേണ്ടിയിട്ടുള്ള കടമെടുപ്പ് ജൂലൈ 21-ാം തീയതി ചൊവ്വാഴ്ച നടക്കും. മുംബൈയിൽ റിസർവ് ബാങ്കിന്റെ ഫോർട്ട് ഓഫീസിൽ ഈ കുബേർ സംവിധാനത്തിലൂടെ കടമെടുപ്പ് നടക്കും. പണം എത്തിക്കഴിഞ്ഞാൽ 22-ാം തീയതി 23-ാം തീയതിക്കായിട്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പണവിതരണം നടക്കും എന്നാണ് കൃത്യമായിട്ടുള്ള ഡേറ്റ്. അതിനു മുമ്പ് അറിയിക്കുന്നതാണ്. ഉത്തരവ് വന്നാൽ അതെല്ലാം കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതിനുശേഷമായിരിക്കും ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ ഉണ്ടാകുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ സാധാരണ ലഭിക്കുന്നത് പോലെ 20-ാം തീയതിക്ക് ശേഷമായിരിക്കില്ല, അതിനു മുമ്പ് ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓണത്തിന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തീകരിക്കുന്ന തരത്തിൽ പെൻഷൻ വിതരണം ഉണ്ടാകും. 2 മാസത്തേതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ അത് ഉറപ്പിച്ച് പറയാനൊന്നും ആയിട്ടില്ല. ഒരു ഉറപ്പും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടില്ല. എന്തായാലും 1 മാസത്തെ ഉറപ്പാണ്, പക്ഷേ 2 മാസത്തേതാണ് ഉണ്ടാകുക. നേരത്തെ ലഭിക്കും എന്നുള്ളതാണ്
4000 രൂപയായിരിക്കും 62 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കയ്യിലേക്കും എത്തിച്ചേരുക എന്നുള്ളതാണ്. മറ്റൊന്ന് സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യമാണ്. ഓണത്തിന് കിട്ടുമോ എന്നാണ് പല ആളുകളും ചോദിക്കുന്നത്. പക്ഷേ ഇല്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു സ്ത്രീ സുരക്ഷാ പെൻഷൻ ഉണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. അതിന് പിന്നീട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള പരിശോധനകൾ നടത്തിയതിനു ശേഷം, അതായത് സർക്കാരിനെ കൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്ന് ഉറപ്പാക്കിയതിനു ശേഷം മാത്രമായിരിക്കും അത് വിതരണം ആരംഭിക്കുക. ഇതിന്റെ പ്രധാന കാരണം തുടങ്ങിയ സർക്കാർ LDF സർക്കാരാണ് കഴിഞ്ഞ പ്രാവശ്യം തുടങ്ങിയത്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ തുടങ്ങി, മാർച്ചിലും കൊടുത്തു. പിന്നെ ഏപ്രിൽ മാസത്തിനും പിണറായി സർക്കാർ തന്നെയായിരുന്നു. അവരത് നിർത്തിയിട്ടാണ് പോയത്. അതുകൊണ്ടാണ് ഈ ഒരു പ്രതിസന്ധി ഉണ്ടായത്. നേരെ മറിച്ച് പിണറായി സർക്കാർ അത് അവരുടെ ഭരണകാലത്തിൽ മുഴുവൻ നിർത്താതെ അത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ ഒരു പക്ഷേ ഈ പുതിയ സർക്കാർ അത് നിർത്താതെ തന്നെ തുടർന്നു കൊണ്ടുപോകുമായിരുന്നു. അത് ഈ ഒരു പുതിയ സർക്കാരിന് നിർത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. തുടങ്ങിയതും നിർത്തിയതും പിണറായി സർക്കാർ ആയതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ അത് പെട്ടെന്ന് തുടങ്ങുകയില്ല എന്നുള്ളത് തന്നെയാണ് വിവരം. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ അതും ഓണത്തിന് 2 മാസത്തെയോ 3 മാസത്തെയോ ലഭിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണുള്ളത്. പ്രവാസി പെൻഷനും കുടിശ്ശിക ഓണത്തിനോടനുബന്ധിച്ച് തീർത്ത് കൊടുക്കും എന്നുള്ള വിവരങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കാത്തിരുന്ന് കാണാം. അനൗദ്യോഗികമായിട്ടുള്ള വിവരങ്ങളാണ്, കൃത്യമായിട്ടുള്ള അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ല. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. ദൂരേക്കും ബൈ.